ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ജംബുദ്വീപിലെ പ്രധാന വർഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്നു, അവയിൽ ഭാരതം മാത്രമാണ് കർമ്മക്ഷേത്രമായിട്ടുള്ളത്. അതാണ് 11ാമത്തെ ശ്ലോകം. തത്രാപി ഭാരതം ഏവ വർഷം കർമ്മക്ഷേത്രം അന്യാനി 8 വർഷാണി സ്വർഗിണാം പുണ്യശേഷ ഉപഭോഗസ്ഥാനാനി ഭൗമാനി സ്വർഗപദാനി വ്യപതിശന്തി. തത്ര അപി ആ വർഷങ്ങളുടെ ഇടയിൽ ഭാരതം വർഷം ഏവ ഭാരതമെന്ന ആ വർഷം ഒന്നു മാത്രമാണ് കർമ്മക്ഷേത്രം, കർമ്മക്ഷേത്രമായിട്ടുള്ളൂ. അന്യാനി 8 വർഷാണി മറ്റുള്ള 8 വർഷങ്ങൾ സ്വർഗിണാം ദിവ്യ സ്വർഗഭോഗം അനുഭവിച്ച് കഴിഞ്ഞവർക്ക് പുണ്യശേഷം എന്നിട്ടും ബാക്കിയുള്ള പുണ്യം അനുഭവിക്കാനുള്ള ഭോഗസ്ഥാനാനി സ്ഥാനങ്ങളായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ ഭൗമാനി സ്വർഗപദാനി ഭൂമിയിലെ സ്വർഗമാണ് എന്ന് വ്യപതിശന്തി പറഞ്ഞു വരുന്നു. ഭാരതദേശം എപ്പോഴും അതിൻ്റെ ആധ്യാത്മികമായ പ്രൗഢിയിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ആനന്ദം അല്ലെങ്കിൽ സ്വർഗീയമായ സുഖങ്ങൾ ഇവയ്ക്കൊന്നും അന്നുമതേ ഭാരതം സാമ്പത്തികമായി വളരെ ഉയർന്നു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നും ജനങ്ങൾ ആരും തന്നെ ഭോഗ സംസ്കാരത്തിന് പുറകെ പോയിട്ടില്ല. അപ്പോഴും വളരെ അച്ചടക്കമുള്ള ഒരു ജീവിതമായിരുന്നു. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണത്തിന് ശേഷം ഭാരതം സാമ്പത്തികമായി താഴ്ന്നു. എന്നിട്ടു പോലും അവിടെയുള്ളവർക്ക് തൃപ്തിയോടെ ജീവിക്കാൻ സാധിച്ചത് അവരുടെ ഉള്ളിൽ ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ ഉള്ളതുകൊണ്ടായിരുന്നു. അതേസമയം പറയുന്നത്, ഭാരതമൊഴിച്ചുള്ള മറ്റ് 8 വർഷങ്ങൾ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഭൂമിയിൽ വരുന്നവർക്കായിട്ടുള്ളതാണ്. നമുക്കിന്നും കാണാം, ഏഷ്യയിലെ ഭാരതമൊഴിച്ചുള്ള മറ്റ് രാജ്യങ്ങളിൽ പൊതുവെ ജീവിത നിലവാരം, ഭൗതികമായ ജീവിത നിലവാരം വളരെ ഉയർന്നതാണ്. അതേസമയം അവിടങ്ങളിൽ സുഖമായി ജീവിക്കണമെങ്കിൽ നന്നായിട്ട് അധ്വാനിച്ച് പണം നേടേണ്ടതുണ്ട്. എന്നാൽ ഭാരതത്തിൽ നമുക്ക് കാണാം, ഏറ്റവും ദാരിദ്ര്യസ്ഥിതിയിൽ ഇരിക്കുന്നവർ പോലും എങ്ങനെയുമൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. അവരെ ഗവൺമെന്റ് അതിൻ്റെതായ രീതിയിൽ സഹായിക്കുന്നുമുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഭാരതം പലപ്പോഴും ഭൗതികമായിട്ടൊരു മെച്ചപ്പെട്ട രാജ്യമാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ആ ആധ്യാത്മിക ഊർജം കാരണം ഇവിടെ ജീവിക്കുന്നവർക്ക്, ഭാരതത്തിൽ ജീവിക്കുന്നവർക്ക് പൊതുവെ സംതൃപ്തി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് പലരും മറ്റു രാജ്യങ്ങളിലെ സുഖ സൗകര്യങ്ങൾ നോക്കി നെടുവീർപ്പിടുന്നത് കൊണ്ടാണ് സ്വന്തം നാട്ടിലെ ജീവിതത്തിന് എത്ര സുഖമുണ്ടെന്ന് പലരും മനസ്സിലാക്കാത്തത്. അല്ലാത്ത ആ കാലത്ത്, അതായത് ഇത്രയധികം വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയിട്ടില്ലാതിരുന്നൊരു കാലത്ത് തങ്ങളുടേതായ ജീവിതത്തിൽ സുഖം കണ്ടെത്തിയവർ തന്നെയായിരുന്നു ഭാരതീയർ. ഇനി ഭാരതമല്ലാത്ത മറ്റു വർഷങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് പറയുകയാണ്. ഇത് പറഞ്ഞ കാലഘട്ടവുമായി തട്ടിച്ചു നോക്കിയിട്ടാണ് പറയുന്നത്. 12ാമത്തെ ശ്ലോകം. യേഷു പുരുഷാണാം അയുത പുരുഷ ആയുർവർഷാണാം ദേവകൽപാനാം നാഗായുധ പ്രാണാനാം വജ്രസംഹനന ബലവയോമോദ പ്രമുദിത മഹാസൗരത മിഥുന വ്യവായ അപവർഗ വർഷധൃതൈക ഗർഭകളത്രാണാം തത്ര തു ത്രേതായുഗസമ കാലോ വർത്തത്തെ. യേഷു
ഭാരതം അല്ലാത്ത മറ്റ് ഭൂഖണ്ഡങ്ങളിൽ അയുത പുരുഷായുർവർഷാണാം, ഇത് അന്നത്തെ കാലത്തെ കണക്കാണ്, 10,000 കൊല്ലം ആയുസ്സുള്ളവരും ദേവകൽപ്പാനാം, ദേവതുല്യന്മാരും, അവരുടെ ആ ശാരീരിക പ്രകൃതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ദേവതുല്യന്മാരും, നാഗ അയുത പ്രാണാനാം, നാഗങ്ങൾ എന്നാൽ ആനകൾ, അയുതം 10,000 ആനകൾക്കൊത്ത ശക്തിയുള്ളവരും, വജ്രസംഹനന ബലം, വജ്രം പോലെ സുദൃഢമായ ശരീരം, ബലം, വയഹ, അതുപോലെ യുവത്വം, അവരെ കാണുമ്പോൾ ഒരിക്കലും പ്രായമായി ചുക്കിച്ചുളിഞ്ഞതായിട്ട് നമുക്ക് തോന്നുകയില്ല. എപ്പോഴും ഒരു യുവത്വം തുളുമ്പുന്ന ജനതയായിരിക്കും ഇവിടങ്ങളിൽ ഉള്ളത്. മോദപ്രമുദിത മഹാസൗരതം, എപ്പോഴും ജീവിതത്തിൽ സുഖം കണ്ടെത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ബാഹ്യമായ സുഖം. അതുകൊണ്ട് തന്നെ മനസ്സിന് ഉല്ലാസം തരുന്ന കാര്യങ്ങളിൽ അവർ എപ്പോഴും വ്യാപൃതരായിരിക്കും. അതുപോലെ അവരുടെ ആ യൗവനാവസ്ഥ കൊണ്ടും ശാരീരിക ബലം കൊണ്ടും അവരുടെ സ്ത്രീ പുരുഷ സംയോഗത്തിലുണ്ടാകുന്ന ആ രസം വളരെ വലുതാണെന്ന് പറയുന്നു. അതാണ് മഹാസൗരത മിഥുന വ്യവായം. ദീർഘിച്ച രതിക്രീഡയ്ക്ക് അനുയോജ്യരായ ദമ്പതിമാർ അവരുടെ രതിസുഖ അവസാനത്തിൽ അപവർഗ വർഷധൃത ഏക ഗർഭകളത്രാണാം, ഒരു വർഷത്തെ ആയുസ്സു മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ ഏകസന്താനത്തെ ഗർഭം ധരിക്കുന്ന ഭാര്യമാരോടു കൂടിയവരും ആയിട്ടുള്ള പുരുഷാണാം, അവിടുത്തെ പുരുഷന്മാരിൽ തത്രതോ അവർക്കൊക്കെ ത്രേതായുഗ സമ കാലഹ വർത്തതേ, ത്രേതായുഗത്തിലാണ് മനുഷ്യർക്ക് അത്രയും ആയുസ്സും അതുപോലെ തന്നെ സുഖവും ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് വിഷയസുഖത്തിലുള്ള ഉത്കർഷം ത്രേതായുഗത്തിലാണെന്നത്രേ പ്രസിദ്ധി. അതുകൊണ്ടാണ് ഇവിടെ ത്രേതായുഗ സാദൃശ്യം എന്ന് പറഞ്ഞത്. കൃതയുഗത്തിൽ എല്ലാവരും ധ്യാനനിരതരാണ്. അതേസമയം ദ്വാപരം മുതൽ ഇങ്ങോട്ട് കലികാലത്തെ കാര്യം പിന്നെ പറയണ്ട, ദുഃഖബാഹുല്യം ഉള്ളവരാണ്. എന്നാൽ ത്രേതായുഗത്തിൽ പൊതുവെ ഈ 4 യുഗങ്ങളിലും വെച്ച് മനുഷ്യർ കൂടുതൽ സന്തുഷ്ടരായി ജീവിച്ച കാലമായിരുന്നു അത്രേ. ഇനി 13ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള വർണ്ണനകളാണ്. ഇനി മുതൽ ഇത്തരം വർണ്ണനകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഭാഗവത പഠനം മുന്നോട്ട് പോവുക. കാരണം നമ്മുടെ ആധ്യാത്മിക ഉത്കർഷത്തിന് സഹായകമാകുന്ന ഭാഗങ്ങൾ മാത്രം കുറച്ച് വിശദമായി പറയുകയും ഇത്തരം വർണ്ണനകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും അല്ലാത്ത ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു പോകാവുന്നത് അങ്ങനെ പറയുകയും ചെയ്താണ് ഇനി മുന്നോട്ട് പോവുക. അപ്പോൾ 13ാമത്തെ ആ ശ്ലോകത്തിൽ പറയുന്നത്, ഇത്തരം ഭൂഖണ്ഡങ്ങളിൽ ദേവാധിപതിമാർ എല്ലാ കാലത്തും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷലതാദികൾ നിറഞ്ഞ കാനനങ്ങളിലും, അതുപോലെ എപ്പോഴും പറയുന്ന രാജഹംസങ്ങൾ, കുളക്കോഴികൾ മുതലായ പക്ഷികളുടെ കളകൂജനങ്ങൾ മുഴക്കുന്ന ജലാശയങ്ങളിലൊക്കെ വെച്ചിട്ട് അതിസുന്ദരിമാരായ അവരുടെ ദേവസ്ത്രീകളോടൊത്ത് അങ്ങനെ ക്രീഡിക്കാറുണ്ട് എന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. ഇനി 9 വർഷങ്ങളിലും ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെ മൂർത്തി ഭേദങ്ങളിൽ അവിടെയുള്ളവരെ അനുഗ്രഹിക്കുന്നുണ്ട്, ഭേദങ്ങളിലൂടെ അവിടെയുള്ളവരെ അനുഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 14ാമത്തെ ശ്ലോകം, നവസു അപി വർഷേഷു ഭഗവാൻ നാരായണഃ മഹാപുരുഷഃ പുരുഷാണാം തദനുഗ്രഹായ ആത്മതത്വ വ്യൂഹേന ആത്മനാ അദ്യാപി സന്നിധീയതേ. നവസു വർഷേഷു അപി, 9 വർഷങ്ങളിലും ഭഗവാൻ നാരായണഃ, സർവൈശ്വര്യപൂർണനും സർവാന്തര്യാമിയുമായ മഹാപുരുഷഃ, ഭഗവാൻ മഹാവിഷ്ണു, പുരുഷാണാം, അവിടെയുള്ള ജനങ്ങൾക്ക് അവരെ തദനുഗ്രഹായ, അനുഗ്രഹം ചെയ്യുന്നതിനായിട്ട് ആത്മതത്വ വ്യൂഹേന, ഭഗവാന്റെ തന്നെ പല വിധത്തിലുള്ള മൂർത്തിഭേദങ്ങളുണ്ട്, അങ്ങനെയുള്ള ആ മൂർത്തിഭേദ സമൂഹത്തിലൂടെ ആത്മന, സ്വയമേവ, അദ്യാപി, ഇന്നും സന്നിധീയതേ, സന്നിഹിതനായിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഓരോരോ വർഷത്തിൽ ഏത് മൂർത്തിയുടെ സാന്നിധ്യമാണ് കൂടുതലായിട്ടുള്ളത് എന്നാണ് പറയാൻ പോകുന്നത്.
ആദ്യം ഇളാവൃത വർഷത്തിൽ ഭഗവാൻ ഏത് മൂർത്തിഭാവത്തിലാണ് കുടികൊള്ളുന്നതെന്ന് പറയുന്നു. 15-ാമത്തെ ശ്ലോകം. ഇളാവൃതേതു ഭഗവാൻ ഭവഃ ഏക ഏവ പുമാൻ നഹി അന്യഃ തത്ര അപരഃ നിർവിശതി ഭവാന്യാഃ ശാപനിമിത്തജ്ഞോ യത് പ്രവേക്ഷ്യതഃ സ്ത്രീഭാവഃ തത്പശ്ചാത് വക്ഷ്യാമി. ഇളാവൃതേതു, ഇളാവൃതം എന്ന വർഷത്തിലാകട്ടെ ഭഗവാൻ ഭവഃ, ഭഗവാനായ ശ്രീരുദ്രൻ ഏകയേവ പുമാൻ, ഒരാൾ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. കാരണം ഭവാന്യാഹ ശാപനിമിത്തജ്ഞഃ, ഭവാനി ശ്രീ പാർവതിയുടെ ശാപനിമിത്തം, ശാപത്താൽ അവിടെ ആര് പ്രവേശിച്ചാലും, പുരുഷൻ പ്രവേശിച്ചാൽ അവ സ്ത്രീകളായി മാറും. അതുകൊണ്ട് അപരഹ അന്യഹ, മറ്റേതെങ്കിലും പുതിയ ഒരാൾ, ഒരു പുരുഷൻ തത്രന നിർവിശതിഹി, അവിടെ പ്രവേശിക്കുകയേ ഇല്ല. യത് പ്രവേക്ഷ്യതഃ, എന്തെന്നാൽ പ്രവേശിക്കുവാൻ ഉദ്യമിക്കുന്നവന് സ്ത്രീഭാവഃ, സ്ത്രീത്വം വന്നു ചേരുന്നതാണ്. ഇങ്ങനെ വരാനുള്ള ഒരു ശാപകഥയുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് ശുഗബ്രഹ്മർഷി പറയുകയാണ്. തത് പശ്ചാത് വക്ഷ്യാമി, അത് ഞാൻ പിന്നീട് പറയാം. ഈ കഥ 9-ാമത്തെ സ്കന്ധത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇളാവൃതത്തിൽ പുരുഷനായിട്ട് ഭഗവാൻ ശ്രീരുദ്രൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 16-ാമത്തെ ശ്ലോകം. ഭവാനീനാഥൈഹി സ്ത്രീഗണ അർബുദ സഹസ്രൈഹി അവരുദ്ധ്യമാനോ ഭഗവതഃ ചതുർമൂർത്തേഃ മഹാപുരുഷസ്യ തുരീയാം താമസീം മൂർത്തിം പ്രകൃതിം ആത്മനഃ സംഘർഷണസപ്ഞാം ആത്മസമാധിരൂപേണ സന്നിധാപ്യ ഏതത് അഭിഗൃഹ്ണൻ ഭവ ഉപധാവതി. ഭവാനീനാഥൈഹി, ഭവാനി പ്രധാന നായികയായിട്ടുള്ള അല്ലെങ്കിൽ സ്വാമിനിയായിട്ടുള്ള സ്ത്രീഗണ അർബുദ സഹസ്രൈഹി, അർബുദം എന്നാൽ അനേകായിരം, സ്ത്രീഗണങ്ങളുടെ അനേകായിരങ്ങളാൽ അവരുദ്ധ്യമാനഃ ഭവഃ, ഈ സ്ത്രീകളാൽ സേവിക്കപ്പെടുന്ന ഭഗവാൻ ഭവഃ ശ്രീശങ്കരൻ നാരായണന്റെ ചതുർമൂർത്തേഹേ, ഭഗവാൻ ശ്രീനാരായണന്റെ ചതുർവ്യൂഹം എന്നറിയപ്പെടുന്നത് 4 മൂർത്തികളെയാണ്. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇങ്ങനെയുള്ള ചതുർമൂർത്തി ഭേദം സ്വീകരിച്ച ഭഗവതഃ മഹാപുരുഷസ്യ, ഭഗവാനായ ആ പുരുഷോത്തമന്റെ തുരീയ 4-ാമത്തേതും താമസീം തമോ ഗുണപ്രധാനമായതും, ഇനി ശ്രീരുദ്രൻ എപ്പോഴും പറയുന്നത് തമോ ഗുണത്തിൽ നിന്ന് ഉണ്ടായ ആ പരമാത്മാവിന്റെ ഭാവമാണെന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രീരുദ്രൻ ആത്മനഃ പ്രകൃതിം, തൻ്റെ കാരണമായിരിക്കുന്ന ആ തമോ ഗുണ പ്രകൃതിയുടെ സംഘർഷണ സപ്ഞാമൂർത്തിം, സംഘർഷണൻ എന്നു പേരുള്ള നാരായണന്റെ ചതുർവ്യൂഹങ്ങളിലെ ആ സ്വരൂപത്തെ ആത്മസമാധി രൂപേണ, തൻ്റെ ആത്മാവിൽ ധ്യാനരൂപത്തോടെ സന്നിധാപ്യ പ്രതിഷ്ഠിച്ച് ഇനി പറയാൻ പോകുന്ന ഏതത് അഭിഗൃഹ്ണൻ, മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഉപധാവതി ആരാധിച്ചു വരുന്നു. ഇളാവൃത വർഷത്തിൽ വെച്ച് അവിടെയുള്ള ഒരേ ഒരു പുരുഷനായ ശ്രീരുദ്രൻ ചതുർവ്യൂഹത്തിലെ നാരായണന്റെ സംഘർഷണമൂർത്തി ഭേദത്തെയാണ് തൻ്റെ മനസ്സിൽ ധ്യാനരൂപേണ ആരാധിക്കുന്നത്. ആ ഒരു ധ്യാന ശ്ലോകമാണ് 17-ാമത്തത്. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ ശ്രീരുദ്രൻ ധ്യാനിക്കുന്ന ആ മന്ത്രമാണ് ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണ സംഖ്യാനായ അനന്തായ അവ്യക്തായ നമ ഇതി. സർവഗുണ സംഖ്യാനായ, അഖില ഗുണപ്രകാശകനായും അനന്തായ, ഇത്രയെന്ന് എന്താണ് ആ ഭഗവാന്റെ മഹത്വം അല്ലെങ്കിൽ വ്യാപ്തി, ഇങ്ങനെയൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അനന്തമായ, അനന്തായ അവ്യക്തായ, ഉള്ളിൽ അനുഭവിക്കുന്നവർക്ക് മാത്രം വ്യക്തമാകുന്ന ഭഗവതേ മഹാപുരുഷായ, ആ ഐശ്വര്യാദി
6 ഗുണങ്ങളാൽ പൂർണ്ണനായി വർത്തിക്കുന്ന മഹാപുരുഷ സ്വരൂപനായിക്കൊണ്ട് ഓം നമഃ നമഃ ഇതി നമസ്കാരം നമസ്കാരം എന്നാണ് സംഘർഷണമൂർത്തിയുടെ ധ്യാനമന്ത്രമായിട്ട് പറയുന്നത്. ഭജേ ഭജന്യ അരണപാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരംപരായണം ഭക്തേഷു അലംഭാവിത ഭൂതഭാവനം ഭവാപഹം ത്വാ ഭവഭാവമീശ്വരം. ഭജന്യ, ഹേ ഭജനീയനായിട്ടുള്ള മൂർത്തേ, കൃഷ്ണസ്യ ഭഗസ്യ, എല്ലാ തരത്തിലുള്ള ഐശ്വര്യാദി ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് പരംപരായണം, പരമമായ ഏകാശ്രയമായി ഭവിച്ചവനും ഭക്തേഷു, ഭക്തന്മാരുടെ വിഷയത്തിൽ അലംഭാവിത ഭൂതഭാവനം, പര്യാപ്തമായ വിധം പ്രകടിതമായ സ്വരൂപത്തോടു കൂടിയവനായി ഭവാപഹം, സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനും അതേസമയം ഭവഭാവം, ഭക്തന്മാരല്ലാത്തവരിൽ സംസാര ദുഃഖത്തെ പ്രകടിപ്പിക്കുന്നവനും അരണപാദ പങ്കജം, അരണം എന്നാൽ ശരണം, സകലർക്കും ശരണാർഹമായ പാദപത്മത്തോടു കൂടിയവനും ഈശ്വരം, സകല ലോക നിയന്താവുമായ ത്വാ ഭജേ, അങ്ങയെ ഞാൻ ഭജിക്കുന്നു. 19ാമത്തെ ശ്ലോകം. നയസ്യ മായാഗുണ ചിത്തവൃത്തിഭിഃ നിരീക്ഷതോ ഹി അണു അപി ദൃഷ്ടിഃ അജ്യതേ ഈശേ യഥാ നഹ അജിതമന്യുരംഭസാം കഹ തം ന മന്യേത ജിഗീഷുഃ ആത്മനഃ. ഈശേ, ഈ ലോകത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി എല്ലായ്പ്പോഴും ഈ ലോകത്തെ നിരീക്ഷ്യതഃ ഹി, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നവനാണെങ്കിലും യസ്യ ദൃഷ്ടിഃ, യാതൊരു ഭഗവാന്റെ ദൃഷ്ടി അജിതമന്യുരംഹസാം, സ്വന്തം കോപാവേശത്തെ ജയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത നഹ യഥ, നമ്മുടെ ദൃഷ്ടിയെപ്പോലെ മായാഗുണ ചിത്തവൃത്തിഭിഃ, മായാഗുണങ്ങളാലോ മനോവൃത്തികളാലോ അണു അപി, ലവലേശം പോലും ന അജ്യതേ, ബന്ധിക്കുന്നില്ല. ഭഗവാന്റെ നിരീക്ഷണം അത് ഒന്നിനോടും പറ്റിപ്പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മനഃ, തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ജിഗീഷുഹു, ജയിക്കാൻ ആഗ്രഹിക്കുന്ന കഹ, ഏതൊരുവനാണ് തം ന മന്യേത, ആ നിൻതിരുവടിയെ ആദരിക്കാതിരിക്കുക. ലോകത്തെ മര്യാദാപൂർവമായി നിലനിർത്തുന്നതിനായി അങ്ങ് മായാഗുണങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ മായാഗുണകാര്യങ്ങളായ വിഷയങ്ങളോ അത് നിമിത്തമുണ്ടാകുന്ന മനോവികാരങ്ങളോ അങ്ങയെ അല്പം പോലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രോധാവേശത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഞങ്ങളെ പോലുള്ളവർക്ക് അത് നിയന്ത്രിക്കാൻ സഹായകമാകുന്ന മനോബലത്തിന് അങ്ങ് തന്നെയാണ് ആശ്രയം. 20ാമത്തെ ശ്ലോകം. അസദൃശോയ പ്രതിഭാതി മായയാ ക്ഷീബ ഇവ മധു ആസവ താമ്രലോചനഃ ന നാഗവധ്വഃ അർഹണ ഈശിരേ ക്രിയ യത് പാദയോഃ സ്പർശന ഘർഷിത ഇന്ദ്രിയാഃ. യഹ, ആരാണോ ആ സംഘർഷണമൂർത്തിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത്, അതാണ് അസദൃശഃ. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാത്തവർക്ക്, അതായത് സംഘർഷണമൂർത്തിയെ മനസ്സിലാക്കാത്തവർക്ക് അവരുടെ മായയ, മായാവൈഭവത്താൽ ഭഗവാൻ, അതായത് സംഘർഷണമൂർത്തി അനന്തനായിരിക്കുന്ന ആ ഭഗവാൻ ക്ഷീബഹ ഇവ, മത്തൻ എന്നതുപോലെ ഭയങ്കരനും മധു ആസവ താമ്രലോചനഃ, മദ്യസേവ ചെയ്ത ഒരാളുടെ കണ്ണുകൾ ചുവന്നിരിക്കും, അതുപോലെ ആ സംഘർഷണമൂർത്തിയുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ എല്ലാ മായാ പ്രലോഭനത്തിലും വീണിരിക്കുന്നു എന്നൊക്കെ ഈ മായയിൽപ്പെട്ടവർക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ മായയിൽപ്പെട്ടവർക്ക് ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് പ്രതിഭാസിക്കുന്നത്. അതേസമയം ഭഗവാൻ നാഗലോകത്ത് നാഗവധ്വഃ, നാഗയുവതികളാൽ എപ്പോഴും ആദരിക്കപ്പെടുന്നു. ആ നാഗയുവതികൾ യത് പാദയോഹോ, യാതൊരു സംഘർഷണമൂർത്തിയുടെ തൃപ്പാദങ്ങളുടെ
സ്പർശനധർഷിത ഇന്ദ്രിയാഹ, സ്പർശനത്താൽ മോഹിതരായ മാനസേന്ദ്രിയത്തോടു കൂടിയവരായിട്ട് ക്രിയ ലജ്ജ നിമിത്തം അർഹണി, ആ സംഘർഷണമൂർത്തിയെ നേരാവണ്ണം പൂജിക്കുന്നതിന് പോലും അവർക്ക് സാധിക്കുന്നില്ല. അവരാകെ ലജ്ജ കൊണ്ട് കുഴങ്ങിപ്പോകുന്നു. അങ്ങനെ അർഹണേന്ന ഈശ്വരേ, അവർ അശക്തരായിട്ട് കുഴങ്ങുന്നുവോ, അങ്ങനെയുള്ള ആ സംഘർഷണമൂർത്തിയെ ഈ മായയിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഭജിക്കേണ്ടതാണ്. 21-ാമത്തെ ശ്ലോകം. യം ആഹുഹു അസ്യ സ്ഥിതിജന്മ സംയമം ത്രിഭിഃ വിഹീനം യം അനന്തം ഋഷയഃ ന വേദ സിദ്ധാർത്ഥം ഇവ ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. ഋഷയഃ, മന്ത്രങ്ങൾ അറിയാവുന്ന ഋഷിമാർ, യം, യാതൊരു സംഘർഷണമൂർത്തിയെ, അസ്യ, ഈ ലോകത്തിൻ്റെ സ്ഥിതി ജന്മ സംയമം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊക്കെ കാരണഭൂതനായിട്ട് മനസ്സിലാക്കുന്നു എങ്കിൽ പോലും ആ ഭഗവാൻ ത്രിഭിഃ വിഹീനം, ഇവ മൂന്നിനോടും കൂടാതെ ഇരിക്കുന്നു. അതായത് ഇത് മൂന്നും ഭഗവാനിൽ നിന്ന് അങ്ങനെ അങ്ങ് സംഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള യം, യാതൊരു ഭഗവാനെയാണോ അനന്തം, അനന്തനെന്ന് ആഹുഹു ആഖ്യാനം ചെയ്യുന്നത്, ആ അനന്തമൂർത്തിയുടെ, സംഘർഷണമൂർത്തിയുടെ 1000 ഫണങ്ങളുടെ ഉപരിതലങ്ങളിൽ എവിടെയോ ആണ്, അതാണ് യഹ മൂർധ സഹസ്രധാമസു, ആ 1000 ഫണങ്ങളുടെ ഉപരിതലങ്ങളിൽ നമ്മൾ ഇത്രയും വലുപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഭൂമി അനന്തനെ സംബന്ധിച്ച് ക്വചിത് എവിടെയോ ഒരിടത്ത് കിടക്കുന്ന സിദ്ധാർത്ഥം, ഒരു കടുകുമണിയാണ്. നമുക്കിത്രയും വലുപ്പമുള്ള ഭൂമി എന്നത് ആ സംഘർഷണമൂർത്തിക്ക് വെറും ഒരു കടുകുമണിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭൂമി തൻ്റെ ആ ഫണങ്ങളുടെ മുകളിൽ ഇരിക്കുന്നു എന്ന് പോലും അത് അദ്ദേഹത്തെ ബാധിക്കുന്നതേയില്ല. അതാണ് സ്ഥിതം ഭൂമണ്ഡലം ന വേദ, തൻ്റെ ഫണത്തിന് മുകളിൽ ഇരിക്കുന്ന ഭൂഗോളത്തെ ആ സംഘർഷണമൂർത്തി അറിയുന്നത് പോലുമില്ല. അത്രയും നിസ്സാരമായിട്ടാണ് ഭൂമിയെ ആ സംഘർഷണമൂർത്തി വഹിക്കുന്നത്. അങ്ങനെയുള്ള ആ സംഘർഷണമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. 22-ാമത്തെ ശ്ലോകം. യസ്യ ആദ്യഃ ആസീത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണ്യോ ഭഗവാൻ അജഃ കില യത് സംഭവഃ അഹം ത്രിവൃതാ സ്വതേജസ വൈകാരികം താമസം ഐന്ദ്രിയം സൃജേ. യസ്യ, യാതൊരാൾക്ക്, വിജ്ഞാനധിഷ്ണ്യഃ, വിശുദ്ധ സത്വാധിഷ്ഠിതമായിട്ട്, ആദ്യഃ, ആദിയിൽ പ്രകടമായ, മഹാൻ, മഹത്തത്വമെന്ന ഗുണവിഗ്രഹ ആസീത്, ഗുണനിമിത്ത സ്വരൂപം ഉണ്ടായി. ആ സ്വരൂപം കില, ആ സ്വരൂപമത്രേ ഭഗവാൻ അജഃ, സർവജ്ഞാനനിധിയായ ബ്രഹ്മദേവൻ. ആദിയിൽ പ്രകടമായ മഹത്തത്വത്തെ തന്നെയാണ് ബ്രഹ്മദേവൻ എന്ന രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നത്. ഇനി ആ ബ്രഹ്മദേവനിൽ നിന്ന് യത് സംഭവഃ, ബ്രഹ്മദേവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് അഹം എന്ന് വെച്ചാൽ ശ്രീരുദ്രനാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ, രുദ്രനായിരിക്കുന്ന ഈ ഞാൻ, ത്രിവൃത, ത്രിഗുണാത്മകമായ സ്വതേജസ, അഹങ്കാരമെന്ന തത്വം കൊണ്ട്, വൈകാരികം, സത്വഗുണപ്രധാനമായ ദേവതാവർഗത്തെയും, താമസം, തമോ ഗുണപ്രധാനമായ ഭൂതവർഗത്തെയും, ഐന്ദ്രിയം, രജോ ഗുണപ്രധാനമായ ഇന്ദ്രിയവർഗത്തെയും സൃജേ, സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവിടെ ആദിയിൽ ഉണ്ടായ മഹത്തത്വത്തെ ബ്രഹ്മാവിനോടാണ് ഉപമിക്കുന്നത്, അല്ലെങ്കിൽ അത് മഹത്തത്വത്തിന്റെ ഒരു രൂപമായിട്ടാണ് ബ്രഹ്മാവിനെ പറയുന്നത്. അഹങ്കാര തത്വത്തിന്റെ രൂപമായിട്ട് ശ്രീരുദ്രനെയും പറയുന്നു. അപ്പോൾ സാത്വികമായ അഹങ്കാരത്തിൽ നിന്നാണ് ദേവതകൾ ഉണ്ടായത്, താമസികമായ അഹങ്കാരത്തിൽ നിന്ന് ഭൂതവർഗവും, രജോ ഗുണപ്രധാനമായ അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും ഉണ്ടായി. 23-ാമത്തെ ശ്ലോകം. ഏതേ വയം യസ്യ വശേ മഹാത്മനഃ സ്ഥിതാഃ ശകുന്തായിവ സൂത്രയന്ത്രിതാഃ
മഹാൻ അഹം വൈകൃത താമസേന്ദ്രിയാഹ സൃജാമ സർവേ യദനുഗ്രഹാത് ഇദം. മഹാൻ അഹം വൈകൃത താമസ ഇന്ദ്രിയാഹ. ഇപ്പോൾ പറഞ്ഞ മഹത്തത്വം, അഹങ്കാരതത്വം, പിന്നീട് അവയിൽ നിന്നുണ്ടായ ദേവതമാർ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെയുള്ള ഏതേ വയം, ഈ ഞങ്ങളെല്ലാവരും, വയം സർവേ മഹാത്മനഃ യസ്യ, മഹാപുരുഷനായ യാതൊരാളുടെ അധീനതയിൽ, പക്ഷേ സൂത്രയന്ത്രിതാഹ, ചരടുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന, ശകുന്താഹ ഇവ, പക്ഷികൾ എന്നതുപോലെ, അതായത് ഭഗവാൻ നിശ്ചയിക്കുമ്പോൾ മാത്രം പറക്കാൻ സ്വാതന്ത്ര്യമുള്ള പക്ഷികൾ എന്നതുപോലെ, യദനുഗ്രഹാത്ത്, യാതൊരാളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ, ഇതം ഈ ബ്രഹ്മാണ്ടത്തെ സൃജാമ സൃഷ്ടിക്കുന്നുവോ, അങ്ങനെ ഞങ്ങളുടെ എല്ലാം കാരണഭൂതനായിരിക്കുന്ന ആ സംഘർഷണമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. 24-ാമത്തെ ശ്ലോകം. യൻ നിർമ്മിതാം കർഹ്യപി കർമ്മപർവണീം മായാം ജനഃ അയം ഗുണസർഗമോഹിതഃ ന വേദ നിസ്താരണയോഗം അഞ്ജസാ തസ്മൈ നമസ്തേ വിലയ ഉദയ ആത്മനേ. ഗുണസർഗമോഹിതഃ, ഭഗവാന്റെ ഗുണകാര്യമായ ദേഹാദികളിൽ മോഹം കലർന്നിരിക്കുന്ന, നമ്മളൊക്കെ നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളിൽ ശ്രദ്ധ വച്ചിരിക്കുന്നവരാണ്. അവയെ ഒക്കെ നിയന്ത്രിക്കുന്ന ആ ജീവചൈതന്യത്തിൽ നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല. അങ്ങനെയുള്ള അയം ജനഃ, ഈ ജീവരാശികൾ, യൻ നിർമ്മിതാം, യാതൊരു ഭഗവാനാൽ നിർമ്മിതമായതും, കർമ്മപർവണീം, കർമ്മഗ്രന്ഥികളിലേക്ക് കൊണ്ടുവിടുന്നതുമായ, മായാം, മായയെ മാത്രം, അഞ്ജസാ വേദ, നമ്മൾ മായയിൽ പെട്ടിരിക്കുകയാണെന്ന് മാത്രം നമുക്കെല്ലാം അറിയാം. എന്നാൽ അതിനെ നിസ്താരണയോഗം, തരണം ചെയ്യുവാനുള്ള ഉപായത്തെ, കർഹ്യപിന, ഒരിക്കലും അറിയാതിരിക്കുകയും ചെയ്യുന്നുവോ. വിലയ ഉദയ ആത്മനെ, വിലയത്തിനും ഉദയത്തിനും, പ്രളയത്തിനെന്നതുപോലെ സൃഷ്ടിക്കും കാരണമായിരിക്കുന്ന തസ്മൈ തേ നമഃ, ആ നിന്തിരുവടിക്ക് നമസ്കാരം. നമ്മളൊക്കെ ആ ഭഗവാന്റെ മായയിൽ പെട്ടിരിക്കുന്നു എന്ന് മാത്രം അറിയാം. പക്ഷെ ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയില്ല. അതിനായിട്ട് ആരെയാണോ ശരണം പ്രാപിക്കേണ്ടത്, അങ്ങനെയുള്ള ആ സംഘർഷണമൂർത്തിക്കായി കൊണ്ട് നമസ്കാരം എന്ന ഈ ഒരു സ്തോത്രത്തോടുകൂടിയാണ് 17-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ 17 അധ്യായഃ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമഃ. ഭജേ ഭജന്യാരണപാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരം പരായണം ഭക്തേശ്വലം ഭാവിതഭൂതഭാവനം ഭവാപഹം ത്വാ ഭവഭാവമീശ്വരം. നയസ്യ മായാഗുണചിത്തവൃത്തിഭിः നിരീക്ഷതോ ഹ്യണ്വപി ദൃഷ്ടിരജ്യത്തെ. ഈശേ യഥാനോചിതമന്യുരംഹസാ കസ്തം ന മന്യേത ജിഗീഷുരാത്മനഃ. അസദൃശോയ പ്രതിഭാതി മായയാ ക്ഷീവേവ മധ്വാസവതാമലോചന. ന നാഗവധോർഘണ ഈശിരേഹിയാ യത്പാദയോ സ്പർശനധർഷിതേന്ദ്രിയാ. യമാഗുരസ്യ സ്ഥിതജന്മ സംയമം ത്രിഭിർവിഹീനം യമനന്തമൃഷയ. ന വേദ സിദ്ധാർത്ഥമിവ ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. യസ്യാദ്യ ആസീത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ഠോ ഭഗവാനജഃ. യത്സംഭവോഹം ത്രിവൃതാ സ്വതേജസാ
वैकारिकं तामसमयेन्द्रियं सृजे एते वयं यस्य वशे महात्मना स्थिता शकुन्ता इव सूत्रयन्त्रिता महानहं वैकृततामसेन्द्रिय सृजाम सर्वे यदनुग्रहादिदम् यन्निर्मितां कर्ह्यपि कर्म पर्वणि मायां जनोऽयं गुणसर्गमोहित न वेद निस्तारणयोगमञ्जसा तस्मै नमस्ते विलयोदयात्मने हरे राम हरे राम राम हरे कृष्ण 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 हरे राम 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 हरे कृष्ण 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 हरे राम हरे कृष्ण हरे राम हरे कृष्ण कृष्ण